ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകളിലേക്ക് നമുക്കൊന്ന് ഓടിച്ചു പോകാം. ആദ്യം എക്കണോമിക് ടൈംസിൽ നിന്നും തന്നെ തുടങ്ങുകയാണ്. ഇന്ത്യസ് ഓഗസ്റ്റ് ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻസ് ടു $29.65 billion after imports hit all-time high of $64.36 billion. India's trade deficit widened to $29.65 billion on an annual basis in August from $24.2 billion in the same month last year. Data from the Commerce Ministry showed on Wednesday. In July, the trade deficit was $23.5 billion. India's merchandise exports declined to $34.71 billion in August from $38.28 billion a year ago, while imports were at a record high of $64.36 billion, up from $62.30 billion in August 2023, government data showed. ഇപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉള്ള അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാര നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ടാണ്. നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ്, ഈ വ്യാപാരത്തിലുള്ള കമ്മി, നമ്മൾ കൂടുതൽ ഇറക്കുമതിയും കുറച്ച് കയറ്റുമതിയും ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഡാറ്റയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ് നമ്മൾ ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുടെ മൂല്യം എന്നും ഇതിൽ പറയുന്നു. ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ്, അതായത് നമ്മുടെ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വ്യത്യാസം $29.65 ബില്യൺ, അതായത് $2,965 കോടി വ്യത്യാസമുണ്ട്. നമ്മൾ $6,436 കോടി ഇറക്കുമതി ചെയ്തു. എന്നാൽ കയറ്റുമതി വളരെ കുറവാണ് നമ്മൾ ഇതിനപേക്ഷിച്ച് ചെയ്ത്. 2,350 കോടിയുടെ ഡെഫിസിറ്റ് ആണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ കൂടുതലായി 2,965 കോടി ആക്കിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം നമ്മുടെ കയറ്റുമതി വളർന്നിട്ടില്ല, എന്നാൽ ഇറക്കുമതി കൂടി എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ വാർത്ത, നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസ് വിറ്റ്നസ് ഹയർ ഡെപ്പോസിറ്റ് ഗ്രോത്ത് than banks, record 21% rise in 23-24. Non-bank lenders have collectively managed to expand their deposit base by 21% in 23-24, while banks are struggling with a modest 13.5% rise year on year in the fiscal ending 30th March, RBI data showed. Major NBFCs such as Bajaj Finance and Shriram Finance offer about 150 basis points more than banks, making them attractive choice for savers. അപ്പോൾ നമ്മുടെ 2023-24 കാലയളവിൽ ബാങ്കുകളെക്കാൾ കൂടുതൽ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ കൂടുതൽ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നടത്തി എന്നുള്ളൊരു വാർത്തയാണ് റിസർവ് ബാങ്കിൽ നിന്നും വരുന്നത്. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ 21% അവരുടെ ഡെപ്പോസിറ്റ് ബേസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് 2023-24 കാലയളവിൽ. എന്നാൽ ബാങ്കുകൾ 13% മാത്രമാണ് അവരുടെ ഡെപ്പോസിറ്റ് ബേസ് വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ബാങ്കുകളെക്കാളും 1.5% വരെ പലിശ കൂടുതൽ കൊടുത്താണ് ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന 2 സ്ഥാപനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ബജാജ് ഫൈനാൻസും ശ്രീറാം ഫൈനാൻസും. പിന്നെ ഫൈനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ, എയർ ഫെയർ ഹൈക്ക് അൺറിലേറ്റഡ് ടു റൈസിംഗ് എയർപോർട്ട് ചാർജസ്, സേസ് ACI. A rise in the airfares is not linked to the increase in the airport charge, which is a crucial part of the commercial aviation ecosystem for infrastructure development, the Airport Council International said today. Amid concerns raised by the International Air Transportation Association, IATA, regarding the sharp increase in airport charges, Airports Council International that told that these charges will continue to be a vital source of revenue for airports. അപ്പോൾ എയർഫെയറിൽ ഇടയ്ക്ക് വന്ന മാറ്റങ്ങളിന് പ്രധാന കാരണം ഈ എയർപോർട്ട് യൂസേജ് ചാർജസ് ആണ്. എയർപോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാർജസ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് എയർപോർട്ട് കൗൺസിലിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രധാനമായിട്ട് കൊണ്ടുവന്നത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, IATA എന്ന് പറഞ്ഞുള്ള. എന്നാൽ ഇത് നിരാകരിച്ചുകൊണ്ട് ACA പറഞ്ഞു ഇതല്ല പ്രധാന കാരണം, എയർഫെയർ ഇൻക്രീസും ബാക്കിയുള്ള കാരണങ്ങളും ഉണ്ട്. മിനിമം ഒരു എയർപോർട്ട് യൂസേജ് ചാർജ് ചെയ്തില്ലെങ്കിൽ എയർപോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അവർ പറഞ്ഞു. അടുത്തൊരു വാർത്ത വീണ്ടും ഫൈനാൻഷ്യൽ എക്സ്പ്രസിൽ നിന്നും. FTA talks with UK to resume next month. India and the UK are expected to restart the negotiations on the free trade agreement in October, as the new Labour government in the island nation is currently being briefed about the status of the talks by their officials. Commerce Secretary Sunil Bathwal said on Tuesday the two sides have already taken stock of the progress of talks at secretary and ministerial levels.
അപ്പോൾ ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ നടപടികൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അടുത്ത മാസം വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കും. അവിടെ സർക്കാർ മാറ്റം വന്നിട്ടുണ്ട്. ഋഷി സുനക്കിന്റെ സർക്കാരുമായി പുതിയ സർക്കാരാണ്. അപ്പൊ അതിന് ചില മാറ്റങ്ങളുണ്ട്. അതിന്റെ ചർച്ചകൾ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായി വീണ്ടും അടുത്ത മാസം ഇന്ത്യൻ സെക്രട്ടറി തല ചർച്ചകൾ അടുത്ത മാസം വീണ്ടും ഇന്ത്യയും യുകെയും തമ്മിൽ ആരംഭിക്കുമെന്നതിൽ സൂചിപ്പിക്കുന്നു. മിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ആസ്ക്ഡ് പ്ലാറ്റ്ഫോം അഗ്രിഗേറ്റേഴ്സ് ടു രജിസ്റ്റർ വർക്കേഴ്സ് ഓൺ ഇ-ശ്രം പോർട്ടൽ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. The government has invited platform aggregators to register their gigs and platform workers on the portal to receive social security benefits. So ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പല പ്ലാറ്റ്ഫോം അഗ്രിഗേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരിൽ ഡയറക്റ്റ് ആയിട്ട് അവർ എംപ്ലോയ് ചെയ്യുന്നില്ലെങ്കിൽ അവർ വഴി പല ഗിഗ് വർക്കേഴ്സ് എന്ന് പറയും, ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ വഴി ചെയ്തു കൊടുക്കുന്ന പല എംപ്ലോയീസ് ഉണ്ട്. ഇപ്പൊ സ്വിഗ്ഗി, സൊമാറ്റോയിലുള്ള ഡെലിവറി ബോയ്സിനൊക്കെ ഇതിൽ കണക്കാക്കാം. അതുപോലെ തന്നെ ഊബർ ഡ്രൈവേഴ്സ്, ഓല ഡ്രൈവേഴ്സ്. അപ്പൊ സർക്കാർ പറഞ്ഞു, ഈ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഈ തരം ജോലിക്കാരെ എല്ലാം നിങ്ങൾ ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, ബേസിക് ബെനിഫിറ്റ്സ് അവർക്ക് ലഭിക്കും. പല ആരോഗ്യത്തിന്റെ കാര്യത്തിലും അതുപോലുള്ള കാര്യങ്ങളിൽ ഉള്ള ബെനിഫിറ്റ്സ് അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇ-ശ്രം പോർട്ടലിൽ നിങ്ങളുടെ എല്ലാ എംപ്ലോയീസിനെയും ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ പണികൾ ചെയ്ത പണിക്ക് കൂലി ലഭിക്കുന്ന ആ കാറ്റഗറിയിലുള്ള അഗ്രിഗേറ്റേഴ്സ് ആണ് ഇത് കൂടുതൽ ഇതുപോലുള്ള എംപ്ലോയീസിനെ വയ്ക്കുന്നത്. സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, ഓല അങ്ങനെയുള്ള പല ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് സർക്കാർ അഭ്യർത്ഥിച്ചതായിട്ട് മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. Samsung's ICE 2025 launch for rollable phone with expansive 12.4-inch screen, says one report. Samsung is reportedly gearing up to introduce a groundbreaking smartphone featuring a rollable display, which could hit the market as early as next year. This innovative device is expected to have a flexible screen that can extend outward, transforming into a significantly larger display when needed. If the release timeline holds, this would mark 6 years since the tech giant launched its first foldable phone. ഇപ്പൊ സാംസങ് 2025 ഒരു വിപ്ലവകരമായ ഒരു മാറ്റം മൊബൈൽ ഫോൺ മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. 12.4 ഇഞ്ച് സ്ക്രീൻ, എക്സ്പാൻഡബിൾ സ്ക്രീൻ, റോളബിൾ ഫോൺ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഇത് അവരുടെ പ്ലാൻ കറക്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ 2025 ആദ്യ പാദത്തിൽ തന്നെ ഈ ഫോൺ വരും. ഇത് ചെറിയൊരു ഫോൺ വലിയൊരു സ്ക്രീൻ വരെ ആക്കി മാറ്റാം. കമ്പ്യൂട്ടറിന്റെ അത്ര അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിന്റെ അത്രയുള്ള സ്ക്രീൻ വരെ മാറ്റാനുള്ള ഒരു 12.4 ഇഞ്ച് സ്ക്രീൻ വരെയുള്ള ആക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ഒരു പുതിയ ഇൻസ്ട്രുമെന്റ് സാംസങ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മോസ്റ്റ്ലി അത് 2025 ആദ്യ പാദത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ India can sustain 8% growth over medium term, says Reserve Bank of India Governor Shaktikanta Das. India will be able to sustain economic growth of as much as 8% over the medium term, RBI Governor Shaktikanta Das said. Das also indicated policymakers are actively considering an interest rate cut in October, according to an interview with CNBC broadcast on Sunday. ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായ ശക്തികാന്ത ദാസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. 8% സാമ്പത്തിക വളർച്ച ഇന്ത്യക്ക് നേടാൻ നല്ല കഴിവുണ്ട്, അങ്ങനെ ആണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗവർണർ പറഞ്ഞതായിട്ട് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ വരുന്ന ഒക്ടോബറിലൊന്നും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നും ഇതിൽ കൂട്ടിച്ചേർക്കുന്നു. Wholesale inflation dropped to 4-month low of 1.31% in August. A drop in food and fuel prices saw wholesale inflation based on wholesale price index dropped to 4-month low of 1.31% in August. Data released by Commerce and Industrial Ministry on Tuesday showed. അപ്പോൾ ഇന്ത്യയിലെ ഹോൾസെയിൽ ഇൻഫ്ലേഷന്റെ വർധനവ് കുറഞ്ഞിട്ടുണ്ട്. 1.31% അത് കുറഞ്ഞു. കഴിഞ്ഞ 4 മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലോട്ട് അത് പോയി. അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കഴിഞ്ഞ മാസം 3.7% ആയിരുന്നുവെന്നും ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നു. ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ എയർ ഇന്ത്യ ലോഞ്ചസ് $400 million upgrade to transform flying experience. Air India has announced a significant $400 million refurbishment program to modernize 67 of its older aircraft as part of its ambitious plan to transform it into a
world-class airline. The program will commence with the overhaul of 27 narrow-body Airbus A320, followed by 40 wide-body Boeing aircraft. The airline confirmed in a recent release. ഇപ്പോൾ എയർ ഇന്ത്യ മൊത്തം മോടി പിടിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. യാത്രക്കാരുടെ യാത്ര സുഖകരമാക്കാൻ വേണ്ടി അവരുടെ 67 വിമാനങ്ങൾ പുതിയതായിട്ട് അത് ശരിയാക്കാൻ വേണ്ടി കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി $400 മില്യൺ, അതായത് $40 കോടി. $40 കോടി എന്ന് പറയുമ്പോൾ ഏകദേശം 3500 കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ച് അവരുടെ 67 വിമാനങ്ങൾ നവീകരിക്കുന്നു എന്നാണ് പറയുന്നത്. 27 നാരോ ബോഡി അത് A320 എയർക്രാഫ്റ്റ്, 40 വൈഡ് ബോഡി. നാരോ ബോഡി എന്ന് പറയുമ്പോൾ 2 റോ ഉള്ള എയർപ്ലെയിൻ ഒക്കെയാണ്. 40 വൈഡ് ബോഡി നമ്മൾ 3 റോ ഒക്കെ വരാവുന്ന എയർക്രാഫ്റ്റ് ആണ്. ഇതെല്ലാം ശരിയാക്കി പുതിയ ഫെസിലിറ്റീസോട് കൂടി നല്ല യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, യാത്രാ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നു എന്നാണ് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 10ാമത്തെയും അവസാനത്തെയും വാർത്ത, വിപ്രോ അനൗൺസസ് 8% സാലറി ഹൈക്സ് ടു top performing employees in 2024. Indian IT major Wipro is set to roll out salary hikes for employees starting September 2024, with top performers expected to receive an average increase of 8% according to a report released. അപ്പോൾ വിപ്രോ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു വലിയൊരു IT കമ്പനി അവരുടെ എംപ്ലോയീസിന് 2024 സെപ്റ്റംബർ മുതൽ 8% വരെ ആവറേജ് വേതനം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഇത് 6% വർദ്ധിപ്പിച്ചത്, എന്നാൽ ഈ വർഷം 8% വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നത്. ടോപ്പ് പെർഫോമൻസിനായിരിക്കും ഈ 8%, ആവറേജ് പെർഫോമൻസിന് ഇതിന്റെ താഴെ ആയിരിക്കുമെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. ഇന്നലെ ഓഹരി വിപണി ചെറിയ തോതിൽ മുന്നേറി 90.88 പോയിന്റ് മുന്നേറി. സെൻസെക്സ് 0.10% ആയി 83,079.66 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 34.80 പോയിന്റ് ഉയർന്ന് 0.14% ഉയർന്ന് 25,418.55 വ്യാപാരം അവസാനിപ്പിച്ചു. 10 ഗ്രാം സ്വർണം, ഇത് MCX എക്സ്ചേഞ്ചിൽ നിന്നുള്ള നമ്പറാണ്. MCX കമോഡിറ്റി എക്സ്ചേഞ്ചിൽ നിന്നുള്ള നമ്പറാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ചില മാറ്റങ്ങൾ കണ്ടെന്ന് വരാം. ഇത് അവിടെയുള്ള ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ടിന്റെ പ്രൈസ് ആണ്. 73,340 രൂപയാണ് 10 ഗ്രാം സ്വർണത്തിന്റെ ആ കോൺട്രാക്ടിന്റെ വില അവസാനിച്ച. 156 രൂപ താഴോട്ട് പോയിട്ടുണ്ട്. 0.21% താഴോട്ട് പോയിട്ടുണ്ട്. രൂപയുടെ വിനിമയ നിരക്ക് 83 രൂപ 75 കാണിക്കുന്നുണ്ട്. ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചപ്പോൾ 0.14 താഴോട്ട് പോയി, 1.17% താഴോട്ട് പോയി എന്നാണ് ഇതിൽ പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഓവർ ടു യു മോഡറേറ്റേഴ്സ്.